ഹലോ വിയേഴ്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് വെച്ചാൽ തോട്ടപ്പള്ളി തൃക്കുന്നപ്പുഴ റോഡിലെ ആറാട്ടുപുഴ എന്ന സ്ഥലത്താണ്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീതി നിറഞ്ഞ സിറ്റുവേഷനാണ്. കടൽ തിരമാലകൾ സംഹാരതാണ്ഡവമാടിയ അവശേഷിപ്പുകളുടെ വീടുകളാണ് ഈ കാണുന്നത്. നിങ്ങൾക്കറിയാമോ എത്ര ദിവസത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു വീടുണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഇതെല്ലാം സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയതാണ് ഇവർക്ക് നഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചെറിയ ചെറിയ സന്തോഷങ്ങൾ, ആഗ്രഹങ്ങൾ, പിണക്കങ്ങൾ ഇവയൊക്കെ ആസ്വദിച്ച് ജീവിച്ചിരുന്ന ഈ വീട് ഒറ്റയടിക്ക് കടലമ്മ മാന്തിക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ച എങ്ങനെ ഇവർക്കൊക്കെ ഇത് വേദന സഹിക്കാൻ പറ്റും? ഇവരുടെ ലൈഫാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഈ കാണുന്നത് നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ഈ കടൽ ഭിത്തികൾ തകർത്തുകൊണ്ടാണ് കടൽ ഓരോ വീടുകളും എടുത്തുകൊണ്ടിരിക്കുന്നത്. എത്ര വീടുകളും ജീവനുകളും അവരുടെ ഉപജീവന മാർഗങ്ങളും കൂടിയാണ് കടൽ മക്കൾക്ക് ഇവിടെ നഷ്ടപ്പെടുന്നത്. പേമാരിയും കൊടുങ്കാറ്റും യമണ്ടൻ തിരമാലകളുടെ നടുവിൽ ഒറ്റപ്പെടുന്ന ഇവരെ കൈപിടിച്ചു ഉയർത്തേണ്ടത് അനിവാര്യമാണ്. ലൈഫ് പദ്ധതിയിലൂടെ നിരവധി വീടുകൾ ഗവൺമെൻറ് ഇവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഓ, എന്താ ഈ കാണുന്നത്? ഇതെന്തോ മഞ്ഞ കട്ടയോ അതോ പഞ്ഞിക്കെട്ടോ? ഇടയ്ക്കിടയ്ക്ക് പറന്നു പോകുന്നുണ്ടല്ലോ കാറ്റടിക്കുമ്പോൾ. ഇന്നത്തെ ഈ കടലിൻ്റെ തിരമാല വളരെ ശക്തിയേറിയതാണ്. ശരിക്കും നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ പേടി തോന്നിപ്പോവും. അത്രയ്ക്ക് ശക്തമായ കാറ്റും തിരമാലയും. സംഭവം പേടി വരും. ശക്തിയേറിയ തിരമാലകൾ മൂലം ഉണ്ടായ പതകളായി കാണുന്നതൊക്കെ കാണാനൊക്കെ രസം തോന്നുമെങ്കിലും ഇപ്പോൾ ഈ സ്ഥലം ഡേഞ്ചർ. കണ്ടില്ലേ കാറ്റടിക്കുമ്പോൾ ഈ പതയൊക്കെ പറന്ന് പൊങ്ങുന്നത്? വളരെ അപൂർവമായ കാഴ്ചയായി കാണുന്നത്. ശരിക്കും ഈ കാണുന്ന തിരമാലയുടെ സൈഡിൽ കൂടെ ഒക്കെ നടന്നു പോയി കഴിഞ്ഞാൽ കാലൊക്കെ മണ്ണിൽ പൊതഞ്ഞു പോകും. ഭയങ്കര ഡേഞ്ചറാണ്. ശരിക്കും ആകർഷണമൊക്കെ തോന്നുമെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. കടൽത്തിട്ടയുടെ സൈഡിലൊക്കെ ചെളിയൊക്കെ ഒത്തിരി അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അത് അപകടമാണ്. അവിടെ പോകാതിരിക്കുന്നത് നല്ലത്. കണ്ടില്ലേ ഈ മരക്കുറ്റിയൊക്കെ തിരമാല കൊണ്ടുവന്നു. ഈ റോഡൊക്കെ കടലിലെ തിരമാല കൊണ്ടും മണ്ണുകൊണ്ടും മൂടിക്കിടക്കുന്നുണ്ട്. പത എങ്ങനെയാ വരുന്നതെന്ന് പറയാമോ? കടലേ ശരിക്കും ഇളകിയിട്ട് ശോഭമായിട്ടിരിക്കും കടലിലെ. അതായത് അല്ലേ ഇവിടെ എത്ര വീടുകളോളം തകർത്തിങ്ങനെ? ഇവരിപ്പം അപ്പുറത്തെ വീടും തകർന്നിരിക്കും. അതിൻ്റെ പുറവശത്ത് പൂർണ്ണമായിട്ടും തകർന്നു. ഇല്ലില്ല, അങ്ങോട്ട് പോയില്ല. ഈ അവർ താമസിക്കുന്ന വീടാണ്. താമസിക്കുന്ന വീടാണ് അല്ലേ? ഏതാ വീട്? ഏതാ ഞാൻ താമസിക്കുന്ന വീടായിരുന്നു. ഇതായിരുന്നു വീട്? ഈ തകർന്ന വീടായിരുന്നോ? അങ്ങോട്ട് മാറി വീട്ടിലേക്ക് മാറി. എൻ്റെ വീട്ടിലേക്ക് മാറി. അതിന് വീടൊക്കെ ലൈഫിൻ്റെ വീടൊക്കെ അനുവദിച്ച് കിടക്കുക. അനുവദിച്ച് പണി തുടങ്ങിയിട്ടുണ്ട്. 2 കെട്ടോ എവിടെയായിട്ടാണ് വീട് വെക്കുന്നത്? ഇനി സേഫ്റ്റി ആയിട്ടുള്ള അവർ പറയുന്ന ഇതനുസരിച്ച്, അതായത് CRSൻ്റെ പരിധിക്കപ്പുറമാണ്. ഇത് എപ്പം കയറിയതാണ് വെള്ളം കയറി മിനിഞ്ഞാന്ന് പോലും വെള്ളം കയറാൻ പറയില്ല. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അപ്പുറം വെള്ളം കയറുമ്പോൾ അറിയാമല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡിലൊക്കെ കണ്ടില്ലേ അത്ര ബുദ്ധിമുട്ടും തടസ്സങ്ങളും ഇവിടെ എങ്ങും ഇല്ല. കണ്ട ഇവിടെയൊക്കെ പണ്ടെങ്ങും അടിച്ച പാറകളാണ്. അതെല്ലാം പോയി. അപ്പുറം ഇപ്പുറമൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ കയറുന്നത് റോഡ് കൊണ്ടാണ് ഇങ്ങോട്ട് കയറുന്നത്. ഈ തീരദേശ ഹൈവേ വരാമല്ലേ ഇങ്ങോട്ട്? ഇതുവഴി തീരദേശ ഹൈവേ വരാനിരിക്കുക. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. പുലിമുട്ട് അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ളിടത്ത് വലിയ പ്രശ്നമില്ല. അതൊക്കെ പാറയിട്ട് മറ്റേ ട്രൈപ്പോഡും ഒക്കെ ഇട്ടതാണ് പ്രശ്നമില്ല. ഇത്രയും ചാക്കൊക്കെ കെട്ടി വെക്കുന്ന അത് അതൊക്കെ വേറെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അവിടുത്തെ കുറച്ചൊക്കെ ഒരു പരിധി വരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ നല്ല രീതിയിൽ കടൽ കയറി അതിങ്ങി പോകും. അതിന് ട്രൈപ്പോഡ് തന്നെ. കാലാവസ്ഥ മൂലവും ലോങ് ഷോർ ഡ്രിപ്സ് മൂലവും ഉണ്ടാകുന്ന
മണ്ണൊലിപ്പ് തടയാൻ പ്രധാനമായും കടൽഭിത്തികൾ, ബ്രേക്ക് വാട്ടറുകൾ തുടങ്ങിയ തീരദേശ ഘടനകൾ ശക്തിപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരു തരംഗ ചിതറുന്ന കോൺക്രീറ്റ് ബ്ലോക്കാണ് ടെട്രാപോഡ്. ടെട്രാപോഡുകൾ കോൺക്രീറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ വെള്ളം അവയ്ക്കെതിരെ ഒഴുകുന്നതിന് പകരം ചുറ്റും ഒഴുകാൻ അനുവദിച്ചുകൊണ്ട് വരുന്ന തിരമാലയുടെ ശക്തി ഇല്ലാതാക്കുന്നതിനും ഇൻ്റർലോക്ക് ചെയ്തുകൊണ്ട് സ്ഥാനചലനം കുറയ്ക്കുന്നതിനും ടെട്രാഹെഡ്രൽ ആകൃതി ഉപയോഗിക്കുന്നു. ലോകമെമ്പാടും പ്രത്യേകിച്ച് ജപ്പാനിലാണ് ഏറ്റവും കൂടുതൽ ടെട്രാപോഡുകൾ പ്രചാരത്തിലുള്ളത്. കേരളത്തിലെ തീരദേശ ദൈർഘ്യം 580 കിലോമീറ്ററാണുള്ളത്. ഇതിൽ ഏറെക്കുറെ ഭാഗങ്ങളിലും ടെട്രാപോഡുകൾ നിരത്തിയിട്ടുണ്ട്. പാറ കൊണ്ടുള്ള ഭിത്തിയേക്കാളും ഏറ്റവും ബെറ്ററായ കടൽ ഭിത്തി ഇതാണ്. അതുപോലെ തന്നെ കണ്ടൽച്ചെടികൾ കൂടുതൽ വെച്ച് പിടിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. കാലക്രമേണ കണ്ടൽച്ചെടിയുടെ ഗ്രോത്ത് കൂടുന്നതനുസരിച്ച് ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തത്തിൽ നിന്ന് രക്ഷ നേടാൻ കഴിയും. എനിക്കിന്നൊരു 8ൻ്റെ പണി കിട്ടി. ഞാനിവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് സൈക്കിൾ ചവിട്ടി വരുന്ന വഴി എല്ലാ ട്രാഫിക് റൂളും തെറ്റിച്ച് ഒരു ലേഡി സ്കൂട്ടറിൽ എൻ്റെ സൈക്കിളിന് അടവെച്ച്. പെട്ടെന്ന് ഞാൻ എന്തോ ഭാഗ്യത്തിന് ബ്രേക്ക് പിടിച്ചതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. പക്ഷേ എൻ്റെ ബാലൻസ് ഒന്ന് തെറ്റി, എൻ്റെ കൈമുട്ട് ഉരഞ്ഞ് കാലും ഒന്ന് ഉരഞ്ഞ് മനസ്സൊന്ന് പതറി. ചെറിയൊരു പരുക്കോട് എൻ്റെ തടി കഷ്ടിച്ച് രക്ഷപ്പെട്ടു. തിരക്കുള്ള റോഡിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് ക്രോസ് ചെയ്യുമ്പം വളരെയധികം ശ്രദ്ധിക്കണം. ഇരു സൈഡിൽ നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ടോ നോക്കിയിട്ട് വേണം നമ്മൾ ക്രോസ് ചെയ്യാൻ, അല്ലെങ്കിൽ പല ജീവനും നഷ്ടപ്പെടും. ഇങ്ങോട്ടൊന്ന് നോക്കി, എന്ത് ശക്തമായിട്ടുള്ള തിരമാലയാണ്, നല്ല കാറ്റുമുണ്ട്. തീരദേശ ഹൈവേയുടെ കരട് രൂപം തയ്യാറാക്കുകയാണെങ്കിൽ മാക്സിമം തീരത്തോട് ചേർത്ത് റോഡ് രൂപകൽപ്പന ചെയ്യാൻ ശ്രമിക്കണം. ഇതിൽ റോഡിൻ്റെ തീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം എംബാങ്കായി വേർതിരിക്കാൻ പറ്റും. ആ എംബാങ്കായ ഭാഗം നമുക്ക് ഒരു കടൽ ഭിത്തിയായി യൂസ് ചെയ്യാൻ പറ്റും. കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിൽ കേരളത്തിൻ്റെ തനതായ പ്രകൃതി ഭംഗിക്ക് അനുസൃതമായ ഒരു റോഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കൂടാതെ സുനാമി, കടലാക്രമണം ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തത്തിൽ നിന്ന് എൻവയോൺമെൻ്റലി ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ സാധിക്കും. നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും പുതിയ വീഡിയോകളുമായി കാണാം. നന്ദി, നമസ്കാരം. പറഞ്ഞു കടലിൻ്റെ അവസ്ഥയും കടലിൻ്റെ അവസ്ഥ പഴയതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടാണ്, വളരെ ഷാർപ്പായിട്ടുള്ള പണ്ടത്തേനേക്കാളും ഡേഞ്ചറായി ഇല്ലേ? ഒരുപാട്